അത്തേക്ക് ഇതുപോലത്തെ ഒരു 3 ഭാഗം കേട്ടോ. ഇതിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്യുക. മറ്റേ ഈ ഭാഗമാണ് എടുക്കേണ്ടത്, കഴുത്തിൻ്റെ രീതിയിലുള്ള ഭാഗം. അതിന് വേറെ ഭാഗം എടുക്കുക, അതിൻ്റെ വാലിന് വേണ്ടി കേട്ടോ. അതിൻ്റെ ഈ ഭാഗം, ഈ തുമ്പ് ഭാഗം ഒരു 3 എത്തൽ വാലിൻ്റെ ഒരു ഇതേപോലെ ആക്കി ഇടുക. എന്നിട്ട് ഈ ഭാഗം സൈഡ് ഇങ്ങനെ ഒന്ന് ചെറുക്കറിയാം, ഇതേപോലെ അതിങ്ങനെ യോജിച്ച് നിൽക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ കറക്റ്റ് ജോയിൻ്റ് കണ്ടാ ഇതേപോലെ വെച്ചിട്ട് തൂത്തിടുക. വാല് ചിലപ്പോൾ ഇങ്ങനെ താഴ്ന്നു നിൽക്കും, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് പോലെ വയ്ക്കുക. കഴിഞ്ഞ് ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ 2 വരെ ചിറക് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി കേട്ടോ. ഇവിടെ കട്ട് ചെയ്തേട്ടാ, ഇതുപോലെ കട്ട് ചെയ്യാം. ഇതിന് മാറ്റി വയ്ക്കുക. ഇത് എൻ്റെ ചിറകിൻ്റെ ഭാഗം ഒരു ഭാഗം എടുക്കുക, വളരെ തുമ്പ് ഭാഗം പോലുള്ള ഭാഗം എടുക്കുക ചിറകിനായിട്ട്. സൈഡ് ഒന്ന് ക്ലീൻ ചെയ്യുക. അത് ഇങ്ങനെ ചെന്ന് കട്ടയോ ഇവിടെ ഇങ്ങനെ പരത്തുന്ന കിട്ടാൻ വേണ്ടി, അത് കറക്റ്റ് ഇരിക്കാൻ വേണ്ടി. ഇനി നേരത്തെ എടുത്ത ആ ഫിഗറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വയ്ക്കുക, ഈ ജോയിൻ്റെ അവിടെ കറക്റ്റ് വയ്ക്കുക. കണ്ട ഇങ്ങനെ തൂക്കി കുത്തുക. ഇങ്ങനെ ഇനി ഇത് ഈ ഭാഗം കറക്റ്റ് ചിറകിൻ്റെ പോലെ ഇതിൻ്റെ ചുണ്ടുണ്ടാകാനായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് പരപ്പാക്കുക. ഇങ്ങനെ പരപ്പാക്കുക. അതിന് കഴുത്തിന് തത്തയുടെ ഒരു റിങ് ഇടാൻ വേണ്ടി ഒരു ചെറിയ റിങ് പോലെ ഒരു പൊഴിയിടാം കത്തിയുണ്ട്. ഇതിൻ്റെ ബോഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുണ്ട് ചെയ്യാം. ചുണ്ട് ഇതുപോലത്തെ വണ്ണം, ഇത്ര വണ്ണത്തിലുള്ളൊരു ക്യാറ്റ് എടുക്കുക. ഇത്രയുള്ള ഒരു പീസിൻ്റെ ആവശ്യമുള്ളൂ. അത് നമ്മൾ ചെരിച്ച് ഇവിടുന്ന് കണ്ടില്ലേ, ഇവിടുന്ന് മുകളിൽ നിന്ന് കത്തി പിടിക്കുക ഒരറ്റത്തുനിന്ന്, എന്നിട്ട് താഴേക്ക് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുക. ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് കളാം. കട്ട് ചെയ്യാം. വേണ്ട വേണ്ടല്ല അങ്ങോട്ടല്ല. അത് കഴിഞ്ഞിട്ട് ഈ സ്ലോപ്പ് കട്ട് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നേരയ്ക്ക് ഒരു വരയിടാം, ചെറുതായിട്ട് നൈസായിട്ട് ഇങ്ങനെ നേരയ്ക്ക് ചെരിച്ച ഭാഗത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെരിക്കുക.
ആയിരിക്കും. എന്താ ആ ഒരു ഷേപ്പ്. ഇനി ഇതിൻ്റെ ചുണ്ടിൻ്റെ 2 സൈഡ് പൊഴി. എന്താ ഇതിൻ്റെ പൊഴിയിടാം. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. എന്താ ഇനി ഇതിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗം അത് ഇതിനോട് ചേർത്ത ഈ ഒരു ഇങ്ങോട്ട് എല്ലാ ഭാഗവും ഒന്ന് ഉരുട്ടി കൊടുക്കുക. അതിൻ്റെ ഒരു ഉരുണ്ട ഷേപ്പാക്കി കൊടുക്കുക. ചുണ്ടിൻ്റെ താഴെ ഭാഗം അതിൻ്റെ കൊക്കിൻ്റെ അടിയിലേക്കായിട്ട് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കുക. അതിപ്പോൾ നേരേക്കായിരിക്കും അതിൻ്റെ ചുണ്ട് നിൽക്കണം. നമുക്കത് അതിലേക്ക് വെക്കാനായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്യാം. ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഫിഗർ എടുക്കുക. അതിൻ്റെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് ഇത് വെച്ച് നോക്കുക. കറക്റ്റ് വയ്ക്കുക. ഇരിക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കിൻ്റെ ഒരു ചെറിയ പീസ് ഒടിച്ചെടുക്കുക. ഇതിൽ കുത്താം. ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ മോൾ ഭാഗം ഇതേപോലെ നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്തിടാം. ഇതിൻ്റെ ചുണ്ട് ഇതിനെ ബോഡിയോട് ചേർത്ത് ഷേപ്പ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് ഉരുട്ടിയിടുക. പാവയ്ക്കയുടെ കണ്ണ് വയ്ക്കാനായിട്ട് 2 സൈഡൊന്ന് ചെത്തി ഇതാക്കുക. കണ്ണ് വയ്ക്കാൻ 2 ഹോളിടുക. കുരുമുളക് അങ്ങനെ കുരുമുളക് വയ്ക്കുക. ഉണ്ടോ? ഇനി അതിൻ്റെ കഴുത്തിലേക്കുള്ളൊരു റിങ് ശരിയാക്കുക. ഇതേപോലത്തെ ഒരു റിങ് ഇതേ രീതിയിലിടാം. ഒരു അത് മുട്ട സൂചി വെച്ചിട്ട് ആ നേരത്തെ ഇട്ട പൊഴിയില്ലേ കഴുത്തിൽ, ആ പൊഴി കൂടെ വെച്ച് പിടിക്കും. നല്ല ടൈറ്റാക്കി വയ്ക്കുക. Okay, thank you.